ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ എൻ്റെ കാറ്ററിംഗിൽ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള മീൻകറി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. ഇനി ആരും ഹോട്ടലുകളിൽ നിന്നും കാറ്ററിംഗുകളിൽ നിന്നൊക്കെ തയ്യാറാക്കുന്ന മീൻകറിയുടെ സ്വാദന്വേഷിച്ചിട്ട് എങ്ങോട്ടും പോവണ്ട. കാറ്ററിംഗ് ബിസിനസ് ഒക്കെ തുടങ്ങിയ എൻ്റെ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയും വളരെ തന്നെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പിയുടെ അഭിപ്രായം വായിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ പാചകം ചെയ്യുവാണെങ്കിൽ തേങ്ങയുടെ അളവ് വളരെ കുറച്ച് നല്ല രുചിയേറിയ കൊഴുപ്പുള്ള മീൻകറി ഇനി ആർക്കും തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് കാറ്ററിംഗുകാരുടെ മീൻകറിയുടെ രുചി രഹസ്യം എന്താണെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അയലയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു കറി 15 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അയലയെ പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നിറയെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കിന്നിവിടെ കിട്ടിയിട്ടുള്ള അയല 2 കിലോ അളവാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കൂടിയാണ്. ഇനി നമുക്ക് ഈ മീനൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. നമുക്കിന്ന് കിട്ടിയിട്ടുള്ള നല്ല ഫ്രഷ് മീനായത് കൊണ്ടിട്ട് വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ടതിന് ശേഷമാണ് കട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. 5 മിനിറ്റിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന മീനെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കുവാണ്. കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിലാണ് നമുക്ക് മീനെ വൃത്തിയാക്കി എടുക്കാൻ സാധിക്കുന്നതും. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ എത്ര കിലോ മീനും നിഷ്പ്രയാസം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും സാധിക്കും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മീനും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അയലമീൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ വയറുഭാഗത്തും അതുപോലെ തലയുടെ ഭാഗത്തും ഒരു കറുത്ത കളറിലുള്ള ഒരു പാട കൂടി ഉണ്ടാവും. ആ ഒരു പാട നീക്കം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. വളരെ എളുപ്പത്തിൽ തന്നെ മീനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മീനിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഉരച്ചൊന്ന് കഴുകിയെടുക്കുവാണ്. മീൻ കഴുകിയെടുക്കുമ്പോൾ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കഴുകുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ മീൻ ക്ലീൻ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കഴുകിയിട്ടാണ് ഇതുപോലെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉൾഭാഗത്ത് നിന്നെല്ലാം കറുത്ത പാടെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂടെ റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് 1.5 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി കട്ട് ചെയ്തതും 1 കഷ്ണം ഇഞ്ചിയും 4 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇതുപോലൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 1/2 മുറി നാളികേരമാണ്. ഞാനിവിടെ ഒരു ചെറിയ മുറിയാണ് എടുത്തിട്ടുള്ളത്. ഹോട്ടലുകളിൽ കിട്ടുന്ന നല്ല കൊഴുപ്പോട് കൂടിയ മീൻകറി തയ്യാറാക്കുന്നത് തേങ്ങയുടെ അളവുകൾ കുറച്ച് ഇതുപോലെ മസാലകൾ കൂട്ടിയെടുക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു മീൻകറിയുടെയും രുചി രഹസ്യം ഇതാണ്. നല്ല കൊഴുപ്പോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി വേണ്ടത് മീൻ ആവശ്യമായ കുടംപുളിയാണ്. കുടംപുളി നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്താനായിട്ട് മാറ്റിവെക്കാം. കറി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് കുടംപുളി ഇതുപോലെ നേരത്തെ തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ കറിയിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പുളി ഇറങ്ങി കിട്ടും. ഇനി നമുക്ക് ഹോട്ടൽ രുചിയിലുള്ള മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇവിടെ ചൂടായും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർക്കാം. ഉലുവ ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർക്കേണ്ടത്. സവാളയുടെ കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർക്കണം. വെളുത്തുള്ളി ഒരു 10 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് രണ്ടായിട്ടൊന്ന് പിളർന്നതിന് ശേഷമാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു 2 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. തക്കാളിയും നല്ലതുപോലെ സോഫ്റ്റായി വാടി കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് നേരം കൂടി തക്കാളിയും ചേർത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഈ സമയത്ത് ഇതിലേക്ക് 4 പച്ചമുളക് കൂടി ചേർക്കാം. പച്ചമുളകും ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു തരി പോലും കരിയാതെ വേണം ഇതുപോലെ വഴറ്റിയെടുക്കാനായിട്ടും. പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതിയാകും. പൊടികൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് പാകമായി കഴിഞ്ഞാൽ
പിന്നെ നമുക്കിതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള നാളികേരമാണ് ചേർക്കേണ്ടത്. നാളികേരത്തിന്റെ അളവ് വളരെ കുറച്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കുമ്പോഴാണ് കറികൾക്ക് നല്ല കൊഴുപ്പും അതുപോലെ തന്നെ തേങ്ങയുടെ അളവുകൾ വളരെ കുറച്ചും നമുക്ക് എടുക്കാനും സാധിക്കുന്നത്. തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിമിങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടാറി വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് അരച്ചുകൂടി എടുക്കണം. 5 മിനിറ്റ് കൊണ്ട് തന്നെ വഴറ്റിയ അരപ്പിന്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചു വെക്കണം. അതിനുശേഷം കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം. കറിവേപ്പില നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. കൊച്ചുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കാം. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയാണ്. ഇഞ്ചി ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഇഞ്ചിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിനു ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം എല്ലാം നല്ലതുപോലെ വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പാണ് ചേർക്കേണ്ടത്. അരപ്പ് നല്ല വെണ്ണ പോലെയാണ് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ലതുപോലെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുവാണ്. അരപ്പിന്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെയാണ് നമുക്കിതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അരപ്പ് വാടി നല്ലതുപോലെ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അരപ്പിലെ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് കറിയിലെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞും കൂടെ വരുന്നതാണ്. വഴറ്റിക്കൊണ്ടിരിക്കുന്ന അരപ്പിലേക്ക് കറിക്ക് ആവശ്യമായ കല്ലുപ്പ് കൂടെ ചേർക്കണം. ഞങ്ങൾ കാറ്ററിംഗുകാർ കൈയളവാണ് എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. അതുകൊണ്ട് സ്പൂൺ അളവുകൾ പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും എല്ലാ വീഡിയോയിലും നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ കറക്റ്റ് അളവുകൾ എഴുതി ചേർക്കാറുമുണ്ട്. ഇനി വഴറ്റുന്ന അരപ്പിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടാണ് ആദ്യം വെള്ളം ചേർത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ കറിയിലേക്ക് ചേർക്കുന്ന തേങ്ങയുടെ അളവ് വളരെ തന്നെ കുറച്ച് മതിയാകും. തേങ്ങയുടെ അളവുകൾ കുറച്ചെടുത്തു എന്ന് വിചാരിച്ചിട്ട് കറിക്ക് ടേസ്റ്റ് ഒന്നും കുറവുണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മുടെ കറിയിലേക്ക് ചേർക്കുന്ന മീൻ വെന്ത് വരാൻ ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളക്കുന്നത് വരെയും ഇളക്കി കൊടുക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചാറ് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരുന്നുണ്ട്. നല്ലതുപോലെ വെട്ടി തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പുളിയാണ് ചേർക്കേണ്ടത്. പുളിയും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ തിളച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കറി നല്ലതുപോലെ വീണ്ടും തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി തിളച്ചൊന്ന് കുറുകി തുടങ്ങുന്ന പാകത്തിലാകുമ്പോൾ നമുക്ക് മീനാണ് ചേർക്കേണ്ടത്. ഇനി കറിയിലേക്ക് മീൻ കൂടെ ചേർക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ കയ്യിൽ ഉപയോഗിച്ച് അടി ചേർത്ത് അധികം ഒന്നും പ്രസ് ചെയ്യാതെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. അടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഒന്ന് തിളച്ചു വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു മീൻ കറി നല്ലതുപോലെ വെട്ടിത്തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. മീൻ കഷ്ണങ്ങൾ വെന്തു വരുന്ന താമസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കറി നല്ലതുപോലെ തിളച്ചു വന്നപ്പോൾ തന്നെ നമ്മുടെ കറിയിലെ എണ്ണമയെല്ലാം നല്ലവണ്ണം തന്നെ തെളിഞ്ഞും വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കറിക്ക് ഉപ്പ് പോരായ്മ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അതിനുശേഷം 1 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റിന് ശേഷം മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇതേ ഒരു പാകത്തിലേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഫ്ലെയിമിങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല കിടുക്കാച്ചി മീൻകറിയാണെന്ന്. ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻകറിയാണ്. ഈ ഒരു ഹോട്ടൽ രുചിയിലുള്ള മീൻകറിയുടെ പാചകവും എൻ്റെ കൂട്ടുകാര് പഠിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുവാണ്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയ ഒരുപാട് കൂട്ടുകാര് എന്നോട് ഓൺലൈൻ ക്ലാസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറയാൻ കൂട്ടുകാരെ,
ഇത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് ഓരോ വീഡിയോസ് എത്തിക്കുന്നതിൻ്റെ കഷ്ടപ്പാട് എത്രയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. വർഷങ്ങളായി ഉറക്കം നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ കാണിച്ചു തുടങ്ങി. എനിക്ക് ഇയർ ബാലൻസ് ഒക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് കാറ്ററിംഗ് വർക്കുകൾ വളരെ കുറച്ചാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ഞാനിപ്പോൾ അപ്പവും പാലപ്പവും ഒക്കെയാണ് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നത്. എല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് നടത്തി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ ജോലികൾ വളരെ കുറച്ച് നിത്യം ഓരോ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഇനിയുള്ള എല്ലാ യാത്രയിലും നിങ്ങളെൻ്റെ ഒപ്പം വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല അറിവുകളുമായി നല്ല ക്ലാസ്സുകളുമായി ചേച്ചി കൂടെ തന്നെ ഉണ്ട്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.